ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു നെക്ക് എംബ്രോയ്ഡറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ നെക്ക് വന്നേക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നെക്കല്ല, മറ്റേത് നെക്കിലാണെങ്കിലും നിങ്ങൾക്കത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കൊടുത്തേക്കുന്ന നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ താഴേക്ക് ഒരു ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ടും സ്വീക്വൻസസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ കട്ട് ബീഡ്സ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും, പിന്നെ നമുക്ക് റൗണ്ട് ബീഡ്സ് കൂടി വേണം കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ കൊടുത്തിരുന്ന ഈ റൗണ്ടുകളിൽ ഇതുപോലെ സീക്വൻസ് വെച്ച് ഫ്ലവേഴ്സ് ചെയ്യുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ സീക്വൻസ് ഫ്ലവേഴ്സ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലേ, കണ്ടിട്ടുള്ളവർക്കറിയാം. അതേ രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെൻറ്ററിൽ ഒരു റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചുറ്റും സീക്വൻസ് തയ്ച്ച് ഫ്ലവേഴ്സ് ചെയ്യാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ സെൻറ്ററിൽ റൗണ്ട് ബീഡ് വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ 2 തവണ സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് ആക്കി കൊടുക്കണേ. അല്ലെങ്കിൽ നമ്മുടെ നൂലൊക്കെ പുറത്ത് കാണും. അതുപോലെ ബീഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇളകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് 2 തവണ സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ആക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതുപോലെ സൈഡിൽ നിന്ന് കുത്തിയെടുക്കാം. അതിനുശേഷം നമ്മളിതുപോലെ സീക്വൻസ് വെച്ചിട്ട് താഴേക്ക് കുത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ താഴെ നിന്നാണ് കുത്തുന്നതെങ്കിൽ കുറച്ച് മേളിലായിട്ട് തിരിച്ച് കുത്തി കൊടുക്കുക. അതുപോലെ മേളിൽ നിന്നാണ് കുത്തിയെടുക്കുന്നതെങ്കിൽ സീക്വൻസ് തയ്ച്ചതിന് ശേഷം താഴേക്ക് കുത്തി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ കുത്തിയെടുക്കണം, എന്നാലേ ഒരു ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ. ഒന്നിന് മേളിലൊന്ന് നിൽക്കുന്നത് പോലെ വേണം നമുക്ക് ഈ ഫ്ലവർ കിട്ടാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചുറ്റും സീക്വൻസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ വരച്ച ഒരു റൗണ്ടിൻ്റെ സെൻറ്ററിൽ റൗണ്ട് ബീഡ് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചുറ്റും ചെയ്യുമ്പോൾ ആ കറക്റ്റ് ആ റൗണ്ട് ഫില്ലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ഗ്ലാസ് പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നതെങ്കിൽ വളരെ ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് മാഞ്ഞു പോകത്തില്ല. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ പുറത്തിങ്ങനെ നിൽക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന നമ്മുടെ ഡ്രസ്സിൽ വരയ്ക്കുന്ന ചോക്ക് കൊണ്ട് തന്നെ വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾ സ്കെച്ച് ചെയ്യുകയാണെങ്കിൽ പോലും നൈസായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. അതേപോലെ നമ്മൾ ചെയ്തേക്കുന്ന വർക്ക് കവർ ചെയ്ത് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കൊടുത്തേക്കുന്ന റൗണ്ടുകളിലെല്ലാം ഫ്ലവേഴ്സ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിനിടയ്ക്ക് ഗ്യാപ്പ് വരുന്നിടത്തെല്ലാം കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിങ്ങനെ അവിടെ ഇവിടെയായിട്ട് ഗ്യാപ്പ് ഇട്ടങ്ങ് കൊടുത്താൽ മതിയാവും. അടുപ്പിച്ചൊന്നും കൊടുക്കണ്ട. നമുക്ക് വളരെ ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണത്. അപ്പോൾ ഇതുപോലെ അവിടെ ഇവിടെയായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നത്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു പാറ്റേൺ വരച്ച് കാണിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ കൊടുക്കുന്ന നെക്ക് ഏതാണോ ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ താഴേക്ക് ഒരു 2-3 ഇഞ്ചിൽ ഗ്യാപ്പിൽ അതേ ഷേപ്പിൽ വരച്ച് കൊടുക്കുക. അതിനുള്ളിൽ നമുക്ക് അവിടെ ഇവിടെയായിട്ട് റൗണ്ട് വരച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ആ റൗണ്ടിനുള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യണം. പിന്നെ ബാക്കി ഇടയ്ക്ക് വരുന്ന സ്പേസ് ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്യണം. അത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അടിപൊളി നെക്ക് എംബ്രോയ്ഡറിയാണ്. ഇതൊരു ബൊട്ടിക് ഡിസൈനാണ്. നമ്മളെ തമ്പനയിൽ കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് തന്നെയല്ലേ ഇത് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും തന്നെ, അതായത് ബിഗിനേഴ്സിന് പ്രത്യേകിച്ച് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി എംബ്രോയ്ഡറിയാണിത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അതേപോലെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഫോട്ടോസ് അയച്ചു തരണം കേട്ടോ. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വാട്സപ്പ് നമ്പർ. വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, നമുക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും. ഈ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഷോൾഡർ ടു നെക്ക് വരെ ചെയ്യുന്ന ഒരു വർക്കാണിത്. അത് നിങ്ങൾക്ക് ഒരു 18 ഇഞ്ചിൻ്റെ ഫ്രെയിം അല്ലെങ്കിൽ ഒരു ഹൂപ്പ് മേടിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒറ്റ ഫ്രെയിമിനുള്ളിൽ കംപ്ലീറ്റ് വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. 18 ഇഞ്ച് ഹൂപ്പ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വിത്ത് ഫ്രെയിം നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. നിങ്ങൾക്കത് ഫ്രെയിമിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിലുണ്ട്. അത് സെർച്ച് ചെയ്താൽ മതിയാവും. എന്നിട്ട് അത് നിങ്ങൾക്ക് തന്നെ ഫിക്സ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് വേണ്ട അത്രയും വലുപ്പത്തിന്, അതായത് നെക്കാണെങ്കിലും യോക്കാണെങ്കിലും കവർ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മാറ്റി മാറ്റി വെച്ച് ചെയ്യേണ്ട കാര്യമൊന്നും വരത്തില്ല. ബീഡ്സ് വർക്ക് ആകുമ്പോൾ അത് യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അത് മേടിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാനും അല്ല മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനും ഒക്കെ ആ ഒരു ഹൂപ്പ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ചെറിയ ഹൂപ്പ് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറില്ലല്ലോ. തന്നെയല്ല, ചെറിയ ഹൂപ്പാണ് കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. വലുതാകുമ്പോൾ ഫ്രെയിമിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഇതേ രീതിക്കാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഔട്ട്ലുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.